ശ്രീ സന്ദീപ് ജോലിയർ വൈകാരിക വിഷയങ്ങൾ മാത്രം പറഞ്ഞുപോയി. നിലവിൽ സാമ്പത്തിക അസമത്വം, ദാരിദ്ര്യം, അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും അതിലേക്കൊന്നും BJP കടക്കുന്നില്ല. അതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഒപ്പം പ്രകടന പത്രിക വെറും പ്രകടനം മാത്രമാണെന്നാണ് ഇടതു നിരീക്ഷകൻ്റെ നിരീക്ഷണം. താങ്കൾക്ക് മറുപടി പറയും. ഞാൻ ആദ്യം ഇടതു നിരീക്ഷകൻ്റെ മറുപടിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ച് മറുപടി കൊടുക്കാം. ഈ BJP പ്രകടന പത്രിക ഇറക്കുന്നതിൽ ഒരു അടിസ്ഥാനമുണ്ട്, അതിലൊരു കാര്യമുണ്ട്. കാരണം BJP പ്രകടന പത്രിക ഇറക്കുന്നത് രാജ്യം ഭരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന് ഇന്നേ വരെ ഇറങ്ങിയ സകലമാന സർവേകളും നിങ്ങൾക്ക് അനുകൂലമായി ഇറക്കുന്നവർ പോലും പറയുന്നത് BJP അധികാരത്തിലെത്തും എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ധരിക്കുന്ന സർവേകൾ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് പ്രകടന പത്രിക ഇറക്കിയാൽ ജനങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. നിങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ ഒരു പ്രകടന പത്രിക. ആകെ 10-18 സീറ്റിൽ മത്സരിക്കുന്ന CPM ഇടതുപക്ഷ പാർട്ടികളും. നിങ്ങൾ എന്തിനാണ് പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളത്? ബംഗാളിലെ സീറ്റുകൾ വിട്ടേക്ക്, അവിടെ നിങ്ങൾ 4ാം സ്ഥാനത്ത് എത്താൻ പോകുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഈ ആകെ 10-18 സീറ്റുകളിൽ മാത്രം ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന നിങ്ങൾ എന്തിനാണ് പ്രകടന പത്രിക ഇറക്കുന്നത്? നിങ്ങൾ ഇനി പ്രകടന പത്രിക നിങ്ങൾ ജയിച്ച അധികാരത്തിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്ന പറയുന്നത്? ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവേഴ്സ് ചെയ്യുന്ന പറയുന്നത്. CAA നിങ്ങൾ എന്താ പറയുന്നത്? CAA ഞങ്ങൾ പിൻവലിക്കും. സാധിക്കുന്ന കാര്യമാണോ? നിലവിൽ തന്നെ പൗരത്വം കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം ആർട്ടിക്കിൾ 370 നിങ്ങൾ പിൻവലിക്കും. ഇതൊക്കെയാണ് നിങ്ങളെ അതുപോലെ PMLA ആക്ട് അവസാനിപ്പിക്കും. എന്താ കാരണം? മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ CPM-ന്റെ നേതാക്കന്മാർക്ക് നേരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം വരുന്ന കേസുകൾ ഒഴിവാക്കാൻ വേണ്ടി PMLA പിൻവലിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു പ്രകടന പത്രിക നിങ്ങൾ പോലും പുറത്തിറക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ എന്തിനാണ് CPM ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ആർട്ടിക്കിൾ 370യും രാമക്ഷേത്രവും പുഴുങ്ങി തിന്നാൽ പട്ടിണി മാറുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. പട്ടിണി മാറും സുഹൃത്തെ. നിങ്ങൾ കണക്കുകൾ പരിശോധിച്ച് നോക്ക്. ആർട്ടിക്കിൾ 370 മാറിയതിനു ശേഷം കാശ്മീരിന് സംഭവിച്ചിട്ടുള്ള സാമ്പത്തിക പുരോഗതി, അവിടെ പോകുന്ന ആളുകൾ ചോദിച്ചു നോക്ക്. എത്രമാത്രം ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു കാശ്മീരിൽ പോകുന്നവരുടെ. കാശ്മീരിലെ സ്ഥിതിഗതികൾ എത്ര സമാധാനപരമായി. ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ G20 ഉൾപ്പെടെ നടത്തുന്ന രീതിയിലേക്ക് അവിടെ സമാധാനം എങ്ങനെ ഉണ്ടായി. അവിടുത്തെ എന്തിനേറെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള യൂസഫ് അലി സാഹിബ് അവിടെ പോയി ആപ്പിൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയില്ലേ? ലുലുവിന്റെ കച്ചവടം അവിടെ തുടങ്ങിയില്ലേ? വിവിധ സ്ഥാപനങ്ങൾ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ? അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ വന്നില്ലേ? യുവാക്കൾക്ക് തൊഴിൽ കിട്ടി തുടങ്ങിയില്ലേ? ശ്രീനഗർ നഗരത്തിന്റെയൊക്കെ മുഖച്ഛായ മാറിയില്ലേ? അവിടെ ശ്രീനഗറിലെ ലാൽ ചത്തുരത്തിൽ മുമ്പ് പാകിസ്ഥാന്റെ പതാകയാണ് ഉയർന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ദേശീയ പതാകയും പിടിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ജോഡോ യാത്ര നടത്തി പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? പണ്ട് സീതാറാം യെച്ചൂരി പോയി വാതിൽ മുട്ടിയപ്പോൾ ആട്ടിയകറ്റിയ ഭീകരന്മാരുള്ള നാടായിരുന്നു കശ്മീരെങ്കിൽ ഇന്ന് അവിടുത്തെ ജനങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും കൈനീട്ടി സ്വീകരിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ 370 പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വായിലേക്ക് ഭക്ഷിക്കാൻ വല്ലതും കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാത്തത് നിങ്ങളുടെ മനസ്ഥിതി രാജ്യവിരുദ്ധരോടൊപ്പം ആയതുകൊണ്ടാണ്. നിങ്ങൾ തീവ്രവാദികളോടൊപ്പം സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യം തോന്നുന്നത്. ഒന്ന്. രണ്ട്, ഇനി രാമക്ഷേത്രത്തിന്റെ കാര്യം. ഉത്തർപ്രദേശിലെ GDP വലിയ സംഭാവനയാണ്. നിങ്ങൾ രാജ്യവിരുദ്ധരോടൊപ്പമാണെന്ന് ഞാൻ പിന്നീട് മെഷീൻ ഇരിപ്പുണ്ട് സന്ദീപ് വാര്യരെ, ഞാൻ എന്റെ അളന്നിട്ട് തരായിരുന്നു. അയ്യോ, താങ്കളുടെ ദേശീയത രാജ്യവിരുദ്ധതയൊക്കെ അളക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ എക്യുപ്മെന്റ്സോ സാധനങ്ങളോ എനിക്കൊന്നും അറിയായിരുന്നു. ഞാൻ രാജ്യവിരുദ്ധനാണോ, ഞാൻ ദേശവിരുദ്ധനാണോ, ഞാൻ ഇനി എത്ര ശതമാനം ദേശീയവാദിയാണ് എന്നൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയത അളക്കാൻ വേണ്ടി ഒരു BJP-കാരുടെ സപ്പോർട്ടിന് ആവശ്യമില്ല. താങ്കൾ എന്താ വിചാരിച്ച രാജ്യവിരുദ്ധതയോ? താങ്കൾ എന്താ ഇവിടുന്ന് സംസാരിക്കുന്നത്? ജനൻ ടിവിയുടെ ടേബിളൊക്കെ തന്നെ രാജ്യവിരുദ്ധ ആരോപിക്കാൻ ഇവിടുത്തെ പറഞ്ഞു കഴിയട്ടെ. ഞാൻ പൂർത്തിയായി പറയാം. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ കേട്ടോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? ഞാൻ പറഞ്ഞു കേട്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞ മറുപടി പറയേ. ഈ വൈകാരികത വിഷയങ്ങൾ സംബന്ധിച്ച് ശ്രീ ജന താങ്കൾക്ക് പറയാൻ അവസരമുണ്ടല്ലോ. അപ്പൊ പറയാം. അദ്ദേഹം പറയട്ടെ. പറഞ്ഞ ശേഷം താങ്കൾക്ക് മറുപടി പറയാൻ അവസരം ഉറപ്പായിട്ടും ഉണ്ടാകും. അത് സംശയമൊന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. മിസ്റ്റർ ജയരാജ്, ലാൽ ചത്തുരത്തിൽ, ശ്രീനഗറിലെ ലാൽ ചത്തുരത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഉയർന്നിരുന്നത് പാകിസ്ഥാന്റെ പതാകയാണ്.
അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഉയർന്നിരുന്നത് പാകിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യങ്ങളാണ്. ഇന്നവിടെ ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ചു പോകാൻ, സുരക്ഷിതമായി പോകാൻ രാഹുൽ ഗാന്ധിക്ക് വരെ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കിയതും കാര്യമില്ല. ഒന്ന്. രണ്ട്, നിങ്ങളുടെ തീവ്രവാദ മനസ്ഥിതിയും നിങ്ങളുടെ തീവ്രവാദികളുടെ സമീപനമൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ആർട്ടിക്കിൾ 370 പിൻവലിക്കാനുള്ള തീരുമാനം നിങ്ങൾ അധികാരത്തിൽ വന്ന് അങ്ങ് മാറ്റിക്കളയെന്ന് പ്രഖ്യാപിച്ചത്. ഞാൻ ചോദിക്കട്ടെ, സീതാർ യെച്ചൂരിയല്ലേ നാണമില്ലാതെ ഈ നമ്മുടെ കാശ്മീരിലെ ഹുറിയത്ത് കോൺഫറൻസുകാരൻ ഗിലാനിയുടെ വീട്ടിൽ പോയി വാതിൽ മുട്ടിയത്? ആ വീഡിയോ ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്, മറക്കരുത് നിങ്ങൾ. ഇനി ചില കാര്യങ്ങൾ പറയാം. ഇനി അദ്ദേഹം പറഞ്ഞെന്താ, ഈ വികാരമളക്കുന്ന മെഷീൻ ഉണ്ടെന്ന് ചോദിച്ചു. വികാരമളക്കുന്ന മെഷീൻ ഞങ്ങളുടെ കൈവശം എന്തായാലും ഇല്ല. വികാരങ്ങളും വിക്ഷോഭങ്ങളും ഒക്കെ അളക്കുന്ന മെഷീൻ കണ്ടുപിടിച്ചിട്ടുള്ളത് CPM ആണ്. CPM ആണ്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഈ വികാര വിക്ഷോഭങ്ങളൊക്കെ അളക്കുന്ന മെഷീൻ ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് AKG സെന്ററിലാണ്. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ടീച്ചറോടും അതുപോലെ അത് അന്വേഷിച്ച AK ബാലനോടൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മെഷീൻ താങ്കൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി AKG സെന്ററിൽ വിളിച്ച് ആവശ്യപ്പെടാം. ഇനി ഞാൻ പറയുന്നത് മുഴുവനായിട്ട് അങ്ങ് കേക്ക്. ഇവിടെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും ഞങ്ങൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന സമയത്ത് നിങ്ങളാണ് തീവ്രവാദ കക്ഷിയോടൊപ്പം ചേർന്നിട്ടുള്ളത്. PDP ഒരു തീവ്രവാദ കക്ഷിയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ലേ? നിങ്ങളുടെ കൂടി ഭാഗമായിട്ടുള്ള PDP തീവ്രവാദ കക്ഷിയാണെന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് വിരോധമൊന്നുമില്ല. ഈ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കൂടി ബാക്കി പറയണമല്ലോ. ഒരു സെക്കൻഡ്. സുഹൃത്തെ തടസ്സപ്പെടുത്തരുത്. കാശ്മീരിലെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ പറയട്ടെ. MSP ഗ്യാരണ്ടിയുടെ കാര്യം പറഞ്ഞു. MSP എന്താ, ചുക്കെന്താ, ചുണ്ണമ്പെന്താന്ന് അറിയാതെ വർത്താനം പറയാണ്. MSPക്ക് ഒരു ലീഗലൈസേഷൻ സാധ്യമായിട്ടുള്ള നടപടിയല്ല എന്നുള്ളത് ഡൽഹി ഹൈക്കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ലീഗലൈസ് ചെയ്യാൻ സാധിക്കാത്ത പല പ്രശ്നങ്ങളും ആ കാര്യങ്ങളുണ്ട്. കാരണം അതിനൊരു തുടർച്ചയായിട്ട്, അതായത് MSP എന്ന് പറയുന്നത് ഓരോ വർഷത്തെയും വിളവിനനുസരിച്ചും ആ വർഷത്തെ വിലക്കനുസരിച്ചുമാണ് MSP ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതിന് തുടർച്ചയായിട്ട് ലീഗലൈസ് ചെയ്ത് ഒരു പ്രത്യേക വില കണക്കാക്കി കഴിഞ്ഞാൽ കർഷകർക്കാണ് നഷ്ടം സംഭവിക്കുക. ഇത് എന്താണെന്ന് പോലും അറിയാത്തവരാണ് MSP ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. വിവരക്കേടാണ് പറയുന്നത്. അടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് NHA ദേശീയപാതയ്ക്ക് 25%. ഞാൻ ഒരു സെക്കൻഡ് ഒന്നുമല്ല. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. NHAയുടെ കാര്യം പറഞ്ഞു. ഇവിടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 25% സംസ്ഥാന സർക്കാർ കൊടുത്തു എന്നൊരു കള്ള അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. NHA 66 മാത്രം ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ലാൻഡ് അക്വിസിഷൻ കോസ്റ്റിന്റെ 25% കൊടുക്കാമെന്ന് കേരളം സമ്മതിച്ചു. എന്തുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നു? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ദേശീയപാത നിർമ്മാണം അതിവേഗം പൂർത്തിയാവുകയും അവിടങ്ങളിലൊക്കെ 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്ത സമയത്ത് കേരളം മാത്രം അതിൽ നിന്ന് മാറി നിന്നു. കേരളത്തിൽ ലാൻഡ് കോസ്റ്റ് വളരെയധികം വർദ്ധിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ 15 കോടി രൂപയ്ക്ക് 1 കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ലാൻഡ് അക്വിസിഷൻ അടക്കം കേരളത്തിൽ ആ വില എന്ന് പറയുന്നത് 100 കോടിയായി മാറി. സ്വാഭാവികമായിട്ടും കേരളത്തിന് 100 കോടി രൂപ 1 കിലോമീറ്ററിന് കൊടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളോട് അത് ചെയ്യുന്ന അനീതിയായി മാറും എന്നൊരു പ്രശ്നം അവിടെ വന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? CPM അടക്കമുള്ള കേരളം ഭരിച്ച സർക്കാരുകളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ലാൻഡ് അക്വിസിഷൻ വൈകി വന്നു. അവസാനം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാർ ഒരു ഓഫർ വെച്ചു. ഞങ്ങൾ 25% ലാൻഡ് അക്വിസിഷന് നിർവഹിക്കാമെന്ന് പറഞ്ഞ ശേഷം പിന്നീട് എന്തുണ്ടായി? നിതിൻ ഗഡ്കരിക്ക് നിങ്ങൾ കത്തയച്ചു. ആ കത്ത് നിതിൻ ഗഡ്കരി പാർലമെന്റിൽ വായിച്ചല്ലോ. ലാൻഡ് അക്വിസിഷന് മുഴുവൻ ദേശീയപാതകളുടെയും വികസനത്തിന് ലാൻഡ് അക്വിസിഷൻ 25% ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പിണറായി വിജയൻ അതിൽ നിന്ന് പിന്മാറിയപ്പോൾ നിതിൻ ഗഡ്കരി മറ്റേ ഓപ്ഷൻ വെച്ചു. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇതുമായി ബന്ധപ്പെട്ട GST ഇളവുകൾ സംസ്ഥാനത്തിന്റെ GST അത് ഒഴിവാക്കി അതല്ലെങ്കിൽ സർക്കാർ ഭൂമി കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊതുഭൂമി ഇതിലേക്ക് എടുക്കുന്നത് അതിന്റെ വിലയെങ്കിലും ഒഴിവാക്കി തരൂ എന്ന് പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളുടെ ചർച്ച നടത്തി കേരളത്തിൽ എങ്ങനെയെങ്കിലും ദേശീയപാത വികസിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് കേരളത്തിന് വേണ്ടി 65,000 കോടി രൂപയാണ് NH66 വികസനത്തിന് വേണ്ടി മാത്രമായി കേന്ദ്ര സർക്കാർ കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ എത്ര കള്ളം പറഞ്ഞാലും നിങ്ങൾ അത് വിജയിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വസ്തുതകൾ ബോധ്യമുണ്ട്. മരുമകൻ കയറി തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ മുകളിൽ കയറി ടീഷർട്ടും ബർമുടയും ഇട്ട് ഫോട്ടോ എടുത്താൽ അത് അമ്മായിയപ്പന്റെ പണം കൊണ്ടുണ്ടാക്കിയത് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ജനവും വിശ്വസിക്കാൻ പോകുന്നില്ല. അടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കോട്ടയത്ത് നിന്ന് പോയി കൽക്കട്ടയിലേക്ക് റബ്ബർ കൊണ്ട് പോയപ്പോൾ ടോളിൽ 45,000 രൂപ ആയി എന്ന് പറഞ്ഞു. അത് അദ്ദേഹമാണോ കോൺഗ്രസിന്റെ പ്രതിനിധിയാണോ പറഞ്ഞത് എനിക്കറിയില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ടോൾ ഉണ്ടായിരുന്നില്ല. ശരിയാണ്, ടോൾ ഒരു പക്ഷെ ഉണ്ടായിരിക്കില്ല. എന്താ കാരണം? അന്ന് പാതയുണ്ടായിരുന്നില്ല. നല്ല നിലവാരമുള്ള റോഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ടോൾ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ കാലത്ത് കോട്ടയത്ത് നിന്ന് ഒരു ട്രക്ക് പുറപ്പെട്ട് റബ്ബറുമായി ട്രക്ക് പുറപ്പെട്ട് കൊൽക്കട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കോട്ടയത്ത് നിന്ന് ഒരു ട്രക്ക് കൊൽക്കട്ടയിൽ എത്തണമെങ്കിൽ എത്ര ദിവസം എടുക്കുമായിരുന്നു?
വഴിനീളെ ഈ 45,000 രൂപയിലധികം വഴിനീളയുള്ള ചെക്ക് പോസ്റ്റുകളിൽ കൈക്കൂലിയായി കൊടുക്കേണ്ടി വരുമായിരുന്നു. ഇന്ന് വഴിയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ഒരു ചെക്ക് പോസ്റ്റ് പോലും ഇല്ലല്ലോ. GST ഏർപ്പാടാക്കി വഴിയിൽ ഒരു സ്ഥലത്ത് പോലും ഒരു ട്രക്കിന് പോലും. ആ മനുഷ്യനോട് മിണ്ടാതിരിക്കാൻ പറയാം, എന്റെ വായിലേക്ക് മുഴുവൻ കേൾക്കേണ്ടി വരും. ദയവ് ചെയ്ത് ജയരാജ്, താങ്കൾ ഞാൻ ഇടപെടുന്നോണ്ട് മറ്റു തോന്നുന്നത് താങ്കൾ സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾക്ക് പറയാൻ അവസരം സംസാരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുന്നത് ഇയാൾക്ക് സമയം ഉണ്ടായിരുന്നല്ലോ. ഇയാൾ സമയത്ത് സംസാരിക്കും. ഞാൻ എന്റെ കാര്യം സംസാരിക്കട്ടെ. അതിനിടെ കയറിയിട്ട് എന്റെ സമയമല്ലേ ഇത്? എന്ത് ജനാധിപത്യ മര്യാദ ഇത്? എന്ത് സഹിഷ്ണുത ഇത്? നിങ്ങളാണോ വലിയ സഹിഷ്ണുത പറയുന്ന ആളുകൾ, വലിയ ജനാധിപത്യം പറയുന്ന ആളുകൾ? ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്തിനാണ് തടസ്സപ്പെടുന്നത്? ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്ക്. നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മറുപടി അവതാരങ്ങളെ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ മറുപടി ചെയ്യണ്ടേ? ശ്രീ സന്ദീപ്, താങ്കൾക്ക് തുടരാം. ശ്രീ ജയരാജ്, അവർ പറഞ്ഞതിന് ശേഷം താങ്കൾ തീർച്ചയായും ഉറപ്പായിട്ട് വരാം. ഒന്ന് പറയും, ഒന്ന് പൂർത്തിയാക്കൂ. നിങ്ങളങ്ങായിക്കോ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യം എന്താ? ദേശീയപാത കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് GST കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് വരാം. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഓരോ സംസ്ഥാനങ്ങൾ കിടന്ന് മറ്റൊരു സംസ്ഥാനത്ത് എത്തണമെങ്കിൽ ഓരോ ദിവസവും 2 ദിവസവും 3 ദിവസവും ഓരോ വാളയടക്കമുള്ള ചെക്ക് പോസ്റ്റുകൾ കുടുങ്ങിക്കിടക്കണമായിരുന്നു ട്രക്കുകൾ. ഇന്ന് ഒരു തടസ്സവും ഇല്ലാതെ കൽക്കട്ടയിലെത്താം. സ്വാഭാവികമായിട്ട് ഇന്ധനത്തിന്റെ ചെലവിൽ, അതുപോലെ തന്നെ ഡ്രൈവറുടെ ബാറ്റ ചെലവിൽ എത്ര കുറവ് വന്നു നിങ്ങൾ പരിശോധിക്കുക. 45,000 രൂപ ടോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ലാഭം രാജ്യത്തിന്റെ എക്കണോമിയിലും ആ ട്രക്ക് ഡ്രൈവറുടെ ഉടമയ്ക്കും വന്നിട്ടുണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നല്ല റോഡുകൾ വന്നു, GST സംവിധാനം വഴിക്ക് ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായി. സ്വാഭാവികമായി ട്രക്കുകൾക്ക് കൂടുതൽ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്, രാജ്യത്തിനും കൂടുതൽ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ചില കണക്കുകൾ സെൽഫ് ഗോളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആകെ 60,000 കോടിയുടെ നികുതി കിട്ടുന്നുള്ളൂ, BJP ഭരിക്കുമ്പോൾ 6 ലക്ഷം കോടിയുടെ നികുതി കിട്ടുന്നുണ്ട്. നിങ്ങളോട് നികുതി പിരിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ ടാക്സ് ബേസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ വിജയമാണ്. നിങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമായിരുന്നെങ്കിൽ ശരിയല്ല. ഞാൻ പറയട്ടെ, പെട്രോളിയം നികുതിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അന്ന് 64 രൂപയായി, ഇന്ന് 107 രൂപയായി. അത്രയും നികുതി. ഞാൻ പൂർത്തിയാക്കട്ടെ. ശരി, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. സുഹൃത്തെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇനി ശരി, നിങ്ങൾ പറഞ്ഞു ഇന്ധന നികുതി വെച്ചു. നിങ്ങൾ അതിന്റെ അടുത്ത വാക്ക് എന്താ പറഞ്ഞത്? GST ഇനത്തിൽ എത്ര ലക്ഷം കോടി രൂപയാണ് കിട്ടുന്നത് വെച്ചു. GST നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഞങ്ങളുടെ പ്രശ്നമാണോ? നിങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി പാർലമെന്റിൽ ഞങ്ങൾ ഐകണ്ഠേന GST പാസ്സാക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടി പിന്തുണയോട് ഞങ്ങൾ പാസ്സാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർലമെന്റിന്റെ ഫ്ലോറിൽ ഞങ്ങളുടെ വിജയമല്ലേ? ഞങ്ങൾക്ക് നിങ്ങളെ എല്ലാം ഓൺ ദ ടേബിൾ കൊണ്ടുവന്ന് രാജ്യത്ത് ഒരു 1 ടാക്സ് 1 നേഷൻ കൊണ്ടുവരാൻ, 1 നേഷൻ 1 ടാക്സ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാജ്യത്ത് ഏകീകൃതമായിട്ടൊരു നികുതി സംവിധാനം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അത് രാജ്യത്തെ നമ്മുടെ ബിസിനസ്സുകാരെ, വ്യാപാര മേഖലയെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. 2 നമ്മുടെ രാജ്യത്തെ ടാക്സ് കളക്ഷനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങ് തന്നെ പറഞ്ഞു GST ടാക്സ് ഇനത്തിൽ ഓരോ മാസവും ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ NDA സർക്കാരിന് കിട്ടുന്നു എന്ന് പറഞ്ഞു. ശരിയാണ് സാർ, നമ്മുടെ പൊതു ഖജനാവിലേക്കും കേരള ഖജനാവിലേക്കും GST വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് കോടി രൂപ കിട്ടുന്നുണ്ട്. അത് ആർക്കാ കിട്ടുന്നത്? അത് ഒടുവിൽ കിട്ടുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവനാണ്. ഈ രാജ്യത്തെ അതും പറഞ്ഞിട്ടേ പോകൂ സാർ. ഞാൻ ഓരോന്നിനും മറുപടി പറഞ്ഞിട്ടേ പോകൂ. നിങ്ങൾ ഉന്നയിച്ച ഓരോ കാര്യത്തിനും ഇനി കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും നാളെ പുലരും വരെ ഇരുന്ന് മറുപടി പറയാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ മുഴുവൻ പൊളിച്ചു പോകാൻ കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ എന്താണ്? GST ലക്ഷക്കണക്കിന് കോടി രൂപ കിട്ടുന്നു. അത് ഈ സർക്കാരിന്റെ വിജയമല്ലേ? അതെങ്ങനെയാണ് സർക്കാരിന്റെ പരാജയമാവുന്നത്? ജനങ്ങളിൽ പോക്കറ്റ് അടിക്കാം. ഞാൻ പൂർത്തിയാക്കട്ടെ സാർ, നിങ്ങൾ അസ്വസ്ഥപ്പെടില്ലേ? ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കണക്ക് കൂടി പറയാം. അദ്ദേഹം പറഞ്ഞു ഇതെങ്ങനെയാണ് ജനങ്ങളെ പോക്കറ്റടിയാകുന്നത്? GST പിരിക്കുന്നത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളിന്മേൽ നികുതി പിരിക്കുന്നത് എങ്ങനെ? അന്ന് നേരത്തെ വാറ്റ് ഉണ്ടായിരുന്നില്ലേ? അത് പോക്കറ്റടിയായിരുന്നോ? ആ വാറ്റ് സമ്പ്രദായം മാറ്റി ഏകീകൃതമായ സംവിധാനം കൊണ്ടുവന്നത് രാജ്യത്തെ വ്യാപാര മേഖലയെ എത്രത്തോളം സഹായിച്ചു? നിങ്ങൾ പുറത്തിറങ്ങി വ്യാപാരികളോട് ചോദിക്ക്.
അവർ GST സംതൃപ്തരാണല്ലോ. രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ പോയി കോളേജിൽ പോയി കുട്ടികൾ ചോദിച്ചില്ലേ ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ കുട്ടികൾ കൊടുത്തു മറുപടി. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കൂ. ഒന്ന് രണ്ട് കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. UP ഭരിക്കുമ്പോൾ 30 ശതകോടീശ്വരന്മാർ, BJP ഭരിക്കാൻ തുടങ്ങി 10 വർഷം കൊണ്ട് 240 ശതകോടീശ്വരന്മാരായിരുന്നു. ഈ ശതകോടീശ്വരന്മാർ വെൽത്ത് ക്രിയേറ്റേഴ്സ് ആണ് സാർ. വെൽത്ത് ക്രിയേഷൻ എന്നത് ഈ രാജ്യത്ത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. ഈ ശതകോടീശ്വരന്മാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യത്ത് എന്ത് സംഭവിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? രാജ്യത്തെ എക്കണോമി പ്രോസ്പെറസ് ചെയ്യുകയാണ്, രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണ്, രാജ്യത്ത് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയാണ്. അതാണ് വെൽത്ത് ക്രിയേഷൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു? ഒരു കണക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ യൂണിക്കോണുകളുടെ എണ്ണം 4. ഞങ്ങളിപ്പോ ഭരിക്കുന്ന സമയത്ത് യൂണിക്കോണുകളുടെ എണ്ണം 140ഓളമായി. എന്താ മാറ്റം എന്ന് പറയുന്നത്? എന്താ യൂണിക്കോൺ എന്ന് താങ്കൾക്കറിയാമോ? പുതിയ സ്റ്റാർട്ടപ്പുകൾ. ആ സ്റ്റാർട്ടപ്പുകൾ ഒരു $1 ബില്യൺ വരുമാനം, ആ $1 ബില്യൺ വരുമാനത്തിൽ 100 കോടി ഡോളർ വരുമാനത്തിലേക്ക്, $1 ബില്യൺ വരുമാനത്തിലേക്ക്, വാർഷിക വരുമാനത്തിലേക്ക് എത്തുന്നവയാണ് യൂണിക്കോൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെ 140ഓളം യൂണിക്കോണുകളിലേക്ക് ഇന്ന് നരേന്ദ്രമോദി രാജ്യം എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയമല്ലേ? അതെങ്ങനെയാണ് ഞങ്ങളെ പരാജയമാവുന്നത്? പിന്നെ അങ്ങ് സൂചിപ്പിച്ച സർ, നിങ്ങൾ ഭരിക്കുമ്പോ എണ്ണം 4 എണ്ണം മാത്രമായിരുന്നു. യൂണിക്കോൺ എന്താ? സ്റ്റാർട്ടപ്പിന്റെ എണ്ണല്ല. സ്റ്റാർട്ടപ്പ് ലക്ഷക്കണക്കിന് തുടങ്ങി. ആ സ്റ്റാർട്ടപ്പിൽ നിന്ന് യൂണിക്കോണായി ഡെവലപ്പ് ചെയ്ത കമ്പനികളെ കുറിച്ചാണ് പറയുന്നത്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ $1 ബില്യൺ ആനുവൽ ടേൺ ഓവറുള്ള കമ്പനികൾ. അത് 10 വർഷത്തിന് എത്ര പേര് വെച്ചാൽ നിങ്ങൾ ഭരിക്കുമ്പോൾ വെറും 4 എണ്ണമാണ് സാർ ഉള്ളത്. ഇന്ന് 100-ലധികം വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് 1-2 കമ്പനികൾ. അത് അഭിമാനകരമായ നേട്ടമാണ്. ആർക്ക് അഭിമാനം? നമ്മുടെ യുവതലമുറയുടെ ചിന്തകൾ. ആ ചിന്തകളാണ് യൂണിക്കോണുകളായിട്ട് മാറിയത്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ യൂത്തിന്റെ കരുത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ആകെപ്പാടെ പറയാനുള്ളത് ഈ മറ്റ് രാജ്യങ്ങളിലെ പെയ്ഡ് ഏജൻസികൾ നടത്തുന്ന ഇത്തരം സർവേകളെ കുറിച്ചാണ്. ഞങ്ങൾക്ക് അതിലല്ല വിശ്വാസം, ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ഒരു കാര്യം അദ്ദേഹം വിലക്കയറ്റത്തെ കുറിച്ച് പറഞ്ഞു, അതുകൂടി അങ്ങ് പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിച്ചോ. എന്താ വിലക്കയറ്റം? നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് എന്താ വിലക്കയറ്റം? ഡബിൾ ഡിജിറ്റ് ആണ് ഇൻഫ്ലേഷൻ. UP ഭരിക്കുന്ന കാലത്ത് ഡബിൾ ഡിജിറ്റ്. വിലക്കയറ്റത്തിൽ ഏറ്റവും രൂക്ഷമായ സമരങ്ങൾ മുഴുവൻ നിങ്ങളുടെ സർക്കാരുകൾക്കെതിരെ ഞങ്ങൾ നടത്തി. നിങ്ങൾ ഞങ്ങളുടെ സർക്കാരുകൾക്കെതിരെ ഒരിക്കൽ പോലും വിലക്കയറ്റം സൂചിപ്പിച്ചുകൊണ്ട് സമരം നടത്താത്തത്? എന്താ വ്യാപകമായി സമരമില്ലാത്തത്? എന്താ ജനങ്ങൾക്കിടെ പ്രതിഷേധമില്ലാത്തത്? ഈ മാർച്ച് മാസം ഇൻഫ്ലേഷൻ റേറ്റ് എത്രയെന്നറിയോ? 4.85. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് 11%. ഞങ്ങൾ ഭരിക്കുമ്പോൾ എല്ലാ കാലത്തും ബിലോ 5% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് മോഡറേറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ആണ് നരേന്ദ്രമോദി ഭരിക്കുന്ന 10 വർഷക്കാലം ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നോ, എപ്പോഴൊക്കെ നെഹ്റു കുടുംബം അധികാരത്തിൽ വരുന്നോ, ആ സമയത്തൊക്കെ രാജ്യത്ത് ഇൻഫ്ലേഷൻ റേറ്റ് വാണം വിട്ട പോലെയാണ് മുകളിൽ പോയിട്ടുള്ളത്. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കാരണം. ഇനി 1-2 കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു. സർ, ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ ഭരണഘടനാ ശില്പികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏക സിവിൽ കോഡ് കൺസെൻസോടി നടപ്പാക്കണം എന്നുള്ളത്. അത് ഞങ്ങൾ അപ്പോളജറ്റിക്കേ അല്ല, നടപ്പാക്കുക തന്നെ ചെയ്യും. ആർട്ടിക്കിൾ 370 പിൻവലിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡും ഈ രാജ്യത്ത് നടപ്പിലാക്കും. അത് തുല്യതയുടെ പ്രശ്നമാണ്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ഈ രാജ്യത്ത് അവരുടെ സ്വത്തിൽ തുല്യാവകാശം ഇല്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളെ തോന്നുന്നത് പോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ രാജ്യത്ത് എല്ലാവർക്കും തുല്യതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ രാജ്യത്ത് സമത്വം ഉണ്ടാവുകയുള്ളൂ. ആ സമത്വത്തിലേക്ക് ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത യൂണിഫോം സിവിൽ കോഡ് അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഞങ്ങൾ അൺഅപ്പോളജറ്റിക്കല്ല. ഞങ്ങൾ കാണിക്കുന്ന ജനാധിപത്യ മര്യാദ സന്ദീപിന് ഭാഗമല്ലേ? ഇതെന്താ ഏകവിഷയമാണ് ഈ ചാനലിലെ ചർച്ച എന്ന് പറയുന്നത്? ഒരിക്കലും ഞാൻ ഈ ചർച്ച തുടങ്ങിയതിനെ നിങ്ങളിൽ നിന്നാണല്ലോ ശ്രീ റോണി. നിങ്ങൾ 25 മിനിറ്റ് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മറുപടി അദ്ദേഹം തരണ്ടേ? അതുകൊണ്ടാണ് അത്രയും സമയത്തിലേക്ക് പോയത്. എന്തായാലും ഇപ്പോൾ ഈ ചർച്ച പോലെ തന്നെ ഇപ്പോഴത്തെ ഈ ചർച്ച പോലെ തന്നെ ഈ അങ്ങനെ വാദപ്രതിവാദങ്ങളുമായൊക്കെ എന്തായാലും ജനൻ ടിവി ഈ ചർച്ച പോലെ തന്നെ എന്തായാലും ഈ പ്രകടനപത്രികയെ ബന്ധപ്പെട്ട വിഷയങ്ങളും തുടർന്ന് മുന്നോട്ട് ചർച്ചകൾ തന്നെ പോകും. സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെട്ട് നിർത്തുകയാണ് ഈ ചർച്ച പോലെ തന്നെ ഈ പ്രകടനപത്രികയെ ബന്ധപ്പെട്ട ചർച്ചയും രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ വഴിവെക്കും. എന്തായാലും സമയക്കുറവുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. അതിഥികൾ ക്ഷമിക്കും. ഒപ്പം പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർക്കും നന്ദി. ജനൻ ഡിബേറ്റ് പൂർത്തിയാകുന്നു. നമസ്തേ.